അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആറാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ നാലാമത്തെ പാഠം വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറാ. അതിന്റെ തദ്രീബാത്തിലേക്ക് നമുക്ക് പോകാം. പറയുന്നതിന്റെ ഖറഉ വനഫ്ഹമു, വായിച്ച് മനസ്സിലാക്കാനാണ്. ഇഖ്തിറാഫ്, വെള്ളം കോരിയെടുക്കൽ. മനസ്സിലായോ? ഇങ്ങനെ വെള്ളം ഇങ്ങനെ കോരിയിട്ടെടുക്കുക, നമ്മളെ കൈ കപ്പായിട്ട് ഉപയോഗിക്കുക. മുത്തലഖ്, തൊഹൂർ. മുത്തലഖായ വെള്ളത്തിന്റെ മറ്റൊരു പേരാണ് തൊഹൂർ, അല്ലെങ്കിൽ തൊഹൂറായ വെള്ളത്തിന്റെ അദർണയുമാണ് മുത്തലഖ് എന്നും പറയാം. മുക്കുമില്, പൂർത്തിയാക്കാം. തൊഹൂറായ വെള്ളത്തിന് ദാസ് എന്നും പേരുണ്ട്, മുത്തലഖ്. 2. വുളൂഇൽ മുഖം ദാസ് വുളൂഇൽ ദാസ് കഴുകിയ വെള്ളം മുസ്തഅമലാണ്, മുഖം കഴുകിയ വെള്ളം മുസ്തഅമലാണ്. 3. 2 കൊല്ലത്ത് വെള്ളം ഏകദേശം 10 ലിറ്ററാണ്, 191 ലിറ്ററാണ്. ഇനി ചേരുമ്പോൾ ചേർക്കാനാണ്. ത്വാഹിർ, ഏതാണ് ത്വാഹിർ? ത്വാഹിർ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയാത്തതും ത്വാഹിർ. മുസ്തഅമല്, സി, ഫറളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചത്. പിന്നെ ബഹുവിന് വരാൻ കിട്ടോ. പിന്നെ 2 കൊല്ലത്ത്, ഡി, 1 മുഴം നീളവും വീതിയും ആഴവുമുള്ള പാത്രം നിറയെ ഉള്ളത്. ഇനി തൊഹൂർ, എ, സ്വയം ശുദ്ധിയുള്ളതും നജസിനെയും മറ്റും ശുദ്ധിയാക്കാൻ കഴിയുന്നതും. ഇനി നുജീബ്, ഉത്തരം പറയാനാണ്. 1. ഏതാണ് തൊഹൂറായ വെള്ളം? സ്വയം ശുദ്ധിയുള്ളതും നജസിനെയും അശുദ്ധിയെയും ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തൊഹൂറായ വെള്ളം. 2. വെള്ളം മുസ്തഅമലാകും എപ്പോൾ? ഫറളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചാൽ. 3. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം മുസ്തഅമലാകില്ല എപ്പോൾ? ഇഖ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്ത് കൈകൊണ്ട് കോരിയെടുത്താൽ. 4. മുസ്തഅമലായ വെള്ളം കലർന്ന വെള്ളം ശുദ്ധീകരണത്തിന് യോഗ്യമല്ല എപ്പോൾ? വെള്ളമെന്ന് പറയാൻ പറ്റാത്ത അളവിൽ പിളർപ്പുണ്ടെങ്കിൽ. മുസ്തഅമലായ വെള്ളം കലർന്നാൽ പ്രശ്നമില്ല. ഏത് വെള്ളത്തിൽ? 2 കൊല്ലത്തോ അതിൽ കൂടുതലോ ഉള്ള വെള്ളത്തിൽ മുസ്തഅമലായ വെള്ളം കലർന്നാൽ കുഴപ്പമില്ല. അതൊക്കെ 2 കൊല്ലത്ത് വെള്ളം ശുദ്ധീകരണത്തിന് യോഗ്യമല്ല എപ്പോൾ? 2 കൊല്ലത്തിൽ നജസായത് കാരണം വെള്ളത്തിന്റെ നിറം, മണം, രുചി എന്നീ ഗുണങ്ങൾക്ക് വ്യത്യാസം വന്നാൽ ശുദ്ധീകരണത്തിന് പറ്റില്ല. പടച്ച റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങളെ ഇൽമിലും അമലും ബർക്കത്തിൽ ചെയ്യണേ അല്ലാഹ്.